പിണറായി വിജയനും ഞാനും തമ്മിൽ ഈ ഇതില്ലേ ലിഫ്റ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ല് നടന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കേശുവിൻ്റെ സമരം ആ സമരം പൊളിക്കാൻ വേണ്ടി SFIക്കാർ. അപ്പോൾ SFIക്കാർ ഇങ്ങനെ സംഘടിച്ച് ഇങ്ങനെ കുട്ടികളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മളത് പൊളിക്കുകയാണ്. അപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടർ അവരെ കുറച്ച് കുട്ടികളെയും കൂട്ടി ഞാൻ അവിടെ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ സയൻസ് ബ്ലോക്കിൽ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ കേസിൻ്റെ നേതാവാണ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ നടക്കുക. അപ്പോൾ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ട് ഞാനവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ SFIയുടെ ആളുകൾ സംഘടിപ്പിച്ചിട്ട് SFIൻ്റെ നേതാക്കൾ അവരെയും കൊണ്ട് നമ്മുടെ സയൻസ് ബ്ലോക്കിലേക്ക് വരികയാണ്. അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ബ്ലോക്കിൽ മേലെ നിൽക്കുന്നു. നമ്മളെ കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. താഴെ നിന്ന് SFIൻ്റെ കുട്ടികൾ കയറി വരുന്നു. ആ കയറി വരുന്നത് സ്റ്റെയർ കേസ് കയറി വരുവാണ്. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ SFIയുടെ നേതാവ് ഉണ്ടായിരുന്നു. ആരാ നേതാവ്? AK ബാലൻ. അതാരാ അവർ പറഞ്ഞേ? AK ബാലൻ അതിന് നേതൃത്വം കൊടുത്ത് കൊണ്ടുവരികയാണ്, കയറി വരികയാണ്. അപ്പം അത് സ്റ്റെയർ കേസിൻ്റെ നേരെ ഒരു 5 സ്റ്റെപ്പിന് താഴെ എത്തിയപ്പോൾ എൻ്റെ കാല് വീശി അലുത്തുന്നിടത്തെത്തി. അപ്പം ഞാൻ നന്നായിട്ട് ഇതിൻ്റെ ഭാഗത്തൊരു കളരിയുണ്ട്. അതെൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് തുടങ്ങിയ കളരിയാണ്. ആ കളരിയിലൊക്കെ കളിക്കുന്ന സമയമാണ്. അപ്പോൾ കാലിലും പൊക്കിയാലങ്ങ് മേലെ എത്തും. അപ്പം ഞാൻ ഈ കക്ഷി അങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ നല്ല കാല് പൊക്കി അങ്ങനെ വീശി. പോനങ്ങന്ന് കയറി വരുമെന്ന് ചോദിക്കുന്നത്, നീ താരാസിംഗാടാ ചോദിച്ചിട്ടാ വരുന്നു. താരാസിംഗാടാ ചോദിച്ചിട്ടാ വരുന്നത് ഹൗസേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു താരാസിംഗല്ല, ഗിങ്കോങ്ങാന്ന്. അത് പറയലും ഞാൻ കാല് പൊക്കലും ഞാനൊരു ചവിട്ടിയപ്പോൾ ഇയാളങ്ങ് തെറിച്ചങ്ങ് വീണു താഴെ. അത് വലിയ പ്രശ്നമായി. അപ്പോൾ അന്ന് പിണറായി വിജയൻ നേരം പരീക്ഷ എഴുതുന്നുണ്ട്, എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി കോളേജിലുണ്ട്. ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അകത്തുണ്ട് അദ്ദേഹം നടന്നു വരുന്ന ഈ രംഗമില്ലേ, അദ്ദേഹത്തിൻ്റെ ഈ കൂനിഞ്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ള നടത്തമില്ലേ, ആ നടത്തം ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്.